ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? ഗിവ് സം എക്സാമ്പിൾസ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്നാൽ എന്ത്? സം എക്സാമ്പിൾസ് പറയുക. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയാകും. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: വോളിയം, മാസ്, ടെമ്പറേച്ചർ, ലെങ്ത്, ടൈം. ഇവിടെ എല്ലാം നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ പറഞ്ഞായി. പിന്നെ അതിന് ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്ന കാര്യമില്ല. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? ഗിവ് സം എക്സാമ്പിൾസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡും അതിൻ്റെ കൂടെ ഡയറക്ഷനും പറയേണ്ടി വരും. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയും വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ: ഡിസ്പ്ലേസ്മെൻറ്റ്, വെയ്റ്റ്, വെലോസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, മൊമെൻറ്റം, എക്സെട്ര. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. ഡിസ്റ്റൻസ് ആണ് സ്കെയിലർ ആയിട്ട് വരുന്നത്. അവിടെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും കൂടി പറഞ്ഞാലാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ മീനിങ് കംപ്ലീറ്റ് ആകുള്ളൂ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും എയിൽ നിന്ന് ബിയിലേക്ക് എത്താം. പക്ഷേ ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് എന്നാണ്. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, എം. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റിൽ അത് ഫോളോ ചെയ്ത പാത്ത്, ആ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് കൊണ്ടിട്ട് അർത്ഥമാക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടായാലും ആ ടോട്ടൽ എത്ര പാത്ത് കവർ ചെയ്തോ അത് ഡിസ്റ്റൻസിൽ വരും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി, ഡയറക്ഷനും കൂടി അസോസിയേറ്റഡ് ആണ്. പിന്നെ ഡിസ്റ്റൻസിൽ പോസിറ്റീവും 0 വാല്യൂസുമാണ് ഡിസ്റ്റൻസിൽ വരുള്ളൂ. നെഗറ്റീവ് വരില്ല. കാരണം അതിന് ഡയറക്ഷൻ ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ 0 അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ വരും ഡിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കേസിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0 വരും. സ്റ്റേഷനറി ഒബ്ജക്റ്റിന് 0 ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു സൈഡിൽ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾക്ക് നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0 മാഗ്നിറ്റ്യൂഡ് പോസിബിൾ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിൽ. ക്വസ്റ്റ്യൻ: ഡിഫൈൻ വെലോസിറ്റി. വെലോസിറ്റി എന്നാൽ യൂണിറ്റ് ടൈമിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് പറയുന്നത് നമ്മൾ വെലോസിറ്റി. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ വെലോസിറ്റിയുടെ വരുന്നത് അതിൽ ഇൻവോൾവ് ചെയ്ത ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനാണ് വെലോസിറ്റിക്ക് വരുന്നത്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, S/T. ക്വസ്റ്റ്യൻ: ഈ ട്രെയിൻ 200 മീറ്റർ ആണ് ട്രെയിനിൻ്റെ നീളം. അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ ട്രെയിനിന് ഈ ബ്രിഡ്ജ് 800 മീറ്റർ ലെങ്ത്തുള്ള ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ട്രെയിൻ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആയി ക്രോസ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ആദ്യം എത്ര ട്രാവൽ ചെയ്യണമെന്ന് ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ എസ്സിന് നമുക്ക് എടുക്കേണ്ടത് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. കാരണം ട്രെയിനിൻ്റെ ഈ ലാസ്റ്റ് ഭാഗവും ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു എന്ന്. അപ്പോൾ 800ൻ്റെ കൂടെ ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്താണ് ടോട്ടൽ മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ്. അപ്പോൾ S = 800 + 200 = 1000 മീറ്റർ. ഇനി വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. ദാറ്റ് ഈസ് 1000/20 50 സെക്കൻഡ് ആണ് ഈ ട്രെയിൻ കംപ്ലീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്.
ഇനി നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെയിം ആൻസർ കിട്ടും. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്, ആക്സിലറേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എ 0 ആണ്, ഈ സെക്കൻഡ് പാർട്ട് 0 ആകും. എസ് ഇസ് ഈക്വൽ ടു യു ടി വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ് ഇത് ഈ ഇക്വേഷൻ വരിക. അപ്പോൾ എസ് ബൈ വി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടും. സെയിം തിങ് തന്നെയാണ് എസ് ബൈ വി, നമുക്കിവിടെ വാല്യൂ 50 കിട്ടി. അപ്പോൾ ഈ ട്രെയിൻ കംപ്ലീറ്റ്ലി ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടി 50 സെക്കൻഡ്സ് ആണ് വേണ്ടത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏത് ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്താലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാൻ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എനി ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം കവർ ചെയ്യേണ്ടത്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല, സെയിം ഡയറക്ഷനിലായിരിക്കണം മൂവ്മെൻറ്റ്. യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ് വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ ട്രാവൽ ചെയ്യണതും, പിന്നെ ഒരു സെയിം വെലോസിറ്റിയോട് ആക്സിലറേഷൻ ഇല്ലാതെ ഒരു ട്രെയിൻ മൂവ് ചെയ്യുകയാണ് സെയിം ഡയറക്ഷനിലെങ്കിൽ അതും ഒരു യൂണിഫോം വെലോസിറ്റി മൂവ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ നോൺ യൂണിഫോം വെലോസിറ്റി? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ 3 കാരണം ആകാം. സ്പീഡ് മാത്രം ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ആയെന്ന് പറയാം. അല്ലെങ്കിൽ സ്പീഡ് സെയിം ആണ് പക്ഷേ ഡയറക്ഷൻ മാറി ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആയെന്ന് പറയാം. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചേഞ്ച് ആകാം, സ്പീഡും ഡയറക്ഷനും ഒരുമിച്ച് ചേഞ്ച് ആയാലും വെലോസിറ്റി ചേഞ്ച് ആകും. അത്തരം മോഷൻ എല്ലാവരും നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയുന്നത്. എക്സാമ്പിൾ: മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്പ് ഫ്രം ഹൈറ്റ്. മേളിൽ നിന്ന് താഴെ കിട്ടുന്ന ഒരു കല്ല്, അതിൻ്റെ മോഷൻ ഒരു നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. വെലോസിറ്റി അവിടെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്, ആക്സിലറേഷനുള്ള ഒരു മോഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ: നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, അതിനെ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയുമായിട്ട് വേർതിരിക്കാം. യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്യൂം, ലൈറ്റ് വാക്യൂത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലൂടെ ആയിരിക്കും. പിന്നെ ഒരു ട്രെയിൻ സെയിം സ്പീഡിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു യൂണിഫോം വെലോസിറ്റിയിലെ മൂവ്മെൻ്റ് ആണ്. മേളിൽ നിന്ന് താഴെ കിട്ടുന്ന ഒരു കല്ല്, അതിൽ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു, അതായത് ആക്സിലറേഷനുള്ള സിറ്റുവേഷനാണ്, അത് നോൺ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിളാണ്. ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്തു മൂവിങ് ഫോർവേഡായി, അപ്പോൾ അന്നേരം അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ഊഞ്ഞാലിലാടുന്നതും നോൺ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആക്സിലറേഷൻ? എങ്ങനെയാണ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിലുള്ള വെലോസിറ്റി ചേഞ്ച്, അതാണ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് പെർ യൂണിറ്റ് ടൈം നമുക്ക് കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി യൂണിറ്റ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്. സോ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റിട്ടാർഡേഷൻ? ഗിവ് 2 എക്സാമ്പിൾസ്. റിട്ടാർഡേഷൻ എന്നാൽ എന്താ? റിട്ടാർഡേഷൻ ഒരു നെഗറ്റീവ് ആക്സിലറേഷനാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റിയാണ് റിട്ടാർഡേഷൻ. സാധാരണ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്നുള്ള അർത്ഥത്തിൽ, അതായത് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് ആക്സിലറേഷൻ പോസിറ്റീവായ കേസിൽ സാധാരണ വരുന്നത്. പക്ഷേ വെലോസിറ്റി കുറഞ്ഞു വരുന്ന സിറ്റുവേഷനാണ്, ടൈം കൂടുന്തോറും വെലോസിറ്റി കുറയുവാണ്, ഇത്തരത്തിലുള്ള ഗ്രാഫിലാണ് മൂവ്മെൻ്റ് എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലായിരുന്നു, ഫൈനൽ വെലോസിറ്റി കുറവാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആക്സിലറേഷൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടാണ് കിട്ടുന്നത്. ഇത്തരം വെലോസിറ്റി കുറഞ്ഞു വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആക്സിലറേഷൻ കണക്കാക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. അതാണ് നമ്മുടെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എക്സാമ്പിൾ: ഒരു കാറ് ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്താനായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻ റിട്ടാർഡേഷൻ എക്സാമ്പിളാണ്. ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുന്നത്, അതും റിട്ടാർഡേഷൻ്റെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ: യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ
എനി ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്താലും വെലോസിറ്റി ചേഞ്ച് അതായത് ആക്സിലറേഷൻ സെയിം തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി ചേഞ്ച് ഈ ടൈം ഇൻ്റർവെൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഇതെടുത്താലും ഈ സെയിം വെലോസിറ്റി ചേഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അതായത് എനി ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ നോക്കിയാലും വെലോസിറ്റി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. ഇനി എക്സാമ്പിൾ ഫ്രീ ഫോൾ ഓഫ് ആൻ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഒരു കാറ് കോൺസ്റ്റൻറ്റ് റേറ്റിൽ ആക്സിലറേറ്റ് ചെയ്തിരിക്കുന്ന അതും എല്ലാം യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷൻ എക്സാമ്പിളാണ്. ഇനി നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം ടൈം ഇൻ്റർവെല്ലിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി ചേഞ്ച് കുറവാണ്. സെയിം ടൈം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് കൂടുതലാണ്. അതായത് വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ നോൺ യൂണിഫോം ആയിട്ടാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിഫറെൻറ്റ് ഇൻ്റർവെൽ ആകുമ്പോൾ അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ. എക്സാമ്പിൾ കാർ മൂവിങ് ത്രൂ ട്രാഫിക് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ ഡിഫറെൻറ്റ് ആക്സിലറേഷനിലായിരിക്കും ഓരോ സമയത്തും പോകുന്നത്. റോളർ കോസ്റ്റർ അതും നോൺ യൂണിഫോം ആക്സിലറേഷൻ്റെ എക്സാമ്പിളാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും സമയവും എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റും പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈമിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് ഈ ഗ്രാഫ് പറയുന്നത്. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ പൊസിഷൻ. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ്. ഇവിടെ വൈ പൊസിഷൻ, എക്സ് ടൈം. അപ്പോൾ പൊസിഷൻ ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം നമുക്ക് എന്താ കിട്ടുന്നത്? വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി ഈ ഗ്രാഫിൻ്റെ നേച്ചർ നോക്കിയിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാം. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ സ്ലാൻറ്റഡ് ഗ്രാഫിൽ ആയിരിക്കും. നോൺ യൂണിഫോം ആണെങ്കിൽ കർവ്ഡ് ലൈൻ ആയിരിക്കും. ഹിയർ ഈ ഫസ്റ്റ് ഗ്രാഫിൽ സ്ലാൻറ്റഡ് സ്ട്രെയിറ്റ് ലൈൻ, ഇതൊരു യൂണിഫോം മോഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് മൂവ്മെൻ്റ് ആണ്. ഈ ഗ്രാഫിൽ ഒബ്ജക്റ്റ് പൊസിഷൻ സെയിം തന്നെയാണ്. എനി ടൈമിൽ നോക്കിയാലും ഒബ്ജക്റ്റ് പൊസിഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒബ്ജക്റ്റ് സ്റ്റേഷനറി, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിലാണ്. ഇതിൽ ടൈം കൂടുമ്പോൾ പൊസിഷൻ നോൺ ലീനിയർ ആയിട്ടാണ്, ഇത് കേർവ്ഡ് ലൈനാണ്. അപ്പോൾ നോൺ യൂണിഫോം ആയിട്ടാണ് ഇവിടുത്തെ പൊസിഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെലോസിറ്റി ചേഞ്ച് ആയിരിക്കുന്നത് നോൺ യൂണിഫോംലി. ഇവിടെ നോൺ യൂണിഫോം ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വെലോസിറ്റി. ക്വസ്റ്റ്യൻ: ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ആൻഡ് ബി പോയിന്റുകൾക്ക് ഇടയിലുള്ള വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വ്യത്യാസം ഏതാണ്? 50 മൈനസ് 20. ടൈമിലെ വ്യത്യാസം 10 മൈനസ് 4. അപ്പോൾ 30/6 ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എക്കും ബിക്കും ഇടയിലുള്ള വെലോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 6th സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എത്രയാണെന്ന്. 6th സെക്കൻഡിൽ ഈ പോയിന്റിൽ 30. ഗ്രാഫിൽ നമുക്ക് 30 മീറ്റർ ആണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് കിട്ടി. നെക്സ്റ്റ് വെലോസിറ്റി ഓഫ് ദ കാർ ബിറ്റ്വീൻ 6 to 8 സെക്കൻഡ്. 6നും 8നും സെക്കൻഡ് നടുവിൽ എത്രയാണ് വെലോസിറ്റി? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിലെ വ്യത്യാസം 40 മൈനസ് 30. ടൈമിലെ വ്യത്യാസം 8 മൈനസ് 6. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 തന്നെ കിട്ടി. ഈ 5 തന്നെയാണ് നമ്മൾ എക്കും ബിക്കും ഇടയിലുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടിയത് 5 ആണ്. അതായത് ഇതൊരു യൂണിഫോം വെലോസിറ്റി തന്നെയാണ്. എനി ടൈം ഇൻ്റർവെല്ലിലും വെലോസിറ്റി സെയിം കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ്? ഈ കാറിൻ്റെ ഏത് വെലോസിറ്റിയാണ്? യൂണിഫോം വെലോസിറ്റി.
എനി ടൈം ഇൻ്റർവെൽ എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടിയത് സെയിം തന്നെയായിരുന്നു. സോ ഇറ്റ്സ് എ യൂണിഫോം വെലോസിറ്റി. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വെലോസിറ്റി ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന മെയിൻ ഇൻഫർമേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ക്വസ്റ്റ്യൻ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4th മുതൽ 10th വരെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് വൈ ആക്സിസിൽ ഇൻറ്റു എക്സ് ആക്സിസ്. അപ്പോൾ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് പറഞ്ഞാൽ എ ബി സി ഡി ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് ഈ 4th to 10th സെക്കൻഡിന് ഉള്ളിലുള്ള ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലെങ്ത് എത്രയാണ് റെക്റ്റാങ്കിളിൻ്റെ? 40. ബ്രെഡ്ത്ത് എത്രയാണ്? 10 - 4 6. അപ്പോൾ 240 കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 സെക്കൻഡ്. ഫസ്റ്റ് 4 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. ആ സമയത്തുള്ള ഗ്രാഫ് ഈ സ്ലാൻഡിങ് പൊസിഷനിലുള്ള ഈ ഗ്രാഫാണ്. അപ്പോൾ ഇതിലത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ, അതായത് ഇതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ എ ബി ഒ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഹാഫ് ബി എച്ച് ആണ് ഫോർമുല. ഹാഫ് ബി ഇൻറ്റു 4. 0 to 4 ആണ് ടൈം. അപ്പോൾ ബേസ് 4, എച്ച് എന്ന് വെച്ചാൽ അഗെയിൻ 40. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി. 80 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഹാഫ് ബി എച്ച്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ദ ഫസ്റ്റ് 4 സെക്കൻഡ്. ഫസ്റ്റ് 4 സെക്കൻഡിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് എത്രയെന്നാണ്? 0ൽ നിന്ന് 40 വരെയാണ് ഫസ്റ്റ് 4 സെക്കൻഡിൽ ചേഞ്ച് ആയത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 40 - 0 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ചേഞ്ച്. കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി 40 കിട്ടി. 40 ബൈ ടൈം എത്രയാണ്? 0 to 4 ആണല്ലോ ടൈം ഇൻ്റർവെൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 - 0 4. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സിലറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിൾ ബിറ്റ്വീൻ 4 സെക്കൻഡ് ടു 10 സെക്കൻഡ്. 4 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഈ പൊസിഷനിലാണ്. വെലോസിറ്റി സെയിം തന്നെയാണ്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈ 4 to 10 സെക്കൻഡിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണ്. 40 - 40 ആണ് 0 ബൈ 10 - 4. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഈ 4 to 10 സെക്കൻഡിനുള്ളിലുള്ള ആക്സിലറേഷൻ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഫോർമുലേറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ അതൊരു യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, ടൈം ഇതിനെല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് ആണിത്. ഫസ്റ്റ് വൺ v = u + at. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന v = u + at. സെക്കൻഡ്, ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ s = ut + ½ at². നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി v² = u² + 2as. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തത് 4 സെക്കൻഡിലാണ്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി v 28 മീറ്റർ പെർ സെക്കൻഡ്,
ടൈം 4 സെക്കൻഡ്. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്, v = u + at. ഇതിൽ വിയും യുവും ടൈമും നമുക്കുണ്ട്. ആക്സിലറേഷൻ മാത്രമാണ് കാണുന്നത്, അൺനോൺ ആയിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കാണാനായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് 4a = 24. സോ a = 24/4, 6 m/s². ആക്സിലറേഷൻ. ക്വസ്റ്റ്യൻ: ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി സെക്കൻഡിൽ 40 m/s ആണ്. 4th സെക്കൻഡിൽ 30 m/s ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആക്സിലറേഷൻ, എത്രയാണ് അതിൻ്റെ റിട്ടാർഡേഷൻ. തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി 40 m/s, ഫൈനൽ വെലോസിറ്റി 30 m/s. ടൈം സെക്കൻഡ് ടു ഫോർത്ത് ആണ്. അപ്പോൾ ടൈം ഇൻ്റർവൽ 2 സെക്കൻഡ്. ഇക്വേഷൻ v = u + at. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആക്സിലറേഷൻ മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. a = -5 m/s². ആക്സിലറേഷൻ. ഇതിനോട് ചേർന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് റിട്ടാർഡേഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -5 ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ മീൻസ് അത് റിട്ടാർഡേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് 8th സെക്കൻഡ്. 8th സെക്കൻഡിലെ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4th സെക്കൻഡിലെ വെലോസിറ്റി 30 ആണ്. ഇനി വെലോസിറ്റി അറ്റ് 8th സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 to 8 വരെ ടൈം ഇൻ്റർവൽ 8 - 4 സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, -5 m/s² ആണ്. ഇനി v = u + at. വെലോസിറ്റി അറ്റ് 8th സെക്കൻഡ് ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ u 4th സെക്കൻഡിലുള്ള വെലോസിറ്റി 30 ആണല്ലോ. 30 + -5 × 4, 10 m/s. വെലോസിറ്റി ഓഫ് ദിസ് ഒബ്ജക്റ്റ് അറ്റ് 8th സെക്കൻഡ് 10 m/s. ഇനി ഈ ചാപ്റ്ററിലുള്ള fill in the blanks one word type questions നോക്കാം. Question: the displacement in unit time is called dash. Velocity. Dash of the object does not depend on the path of the object. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുള്ളൂ, പാത്ത് മാറ്റർ അല്ല. ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റി ഈസ് കോൾഡ് ഡാഷ്. റിട്ടാർഡേഷൻ. Dash is the area under the velocity time graph at any given time interval. Displacement. Velocity time graph in the area under the graph ആണ് displacement. Direction of dash is same as the direction of displacement. Velocity. Name some instances in which acceleration occurs in an amusement park. Answer: motion of a giant wheel, a boy sliding. Question: if the rate of change of velocity of a body is equal at equal interval of time, the body is said to be in a uniform acceleration. As the scale increases, the size of the graph decreases. Question: dash shape on road sign indicates the mandatory compliance. Circular shapes. Dash shape on the road sign indicates cautionary or warning signs. Triangular shapes. Dash shape on the road sign indicates informatory signs. Rectangular shapes. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.